കൂട്ടരെ ഞാൻ ചിക്കൻ വെച്ച് ഇങ്ങനെ ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോഴെല്ലാവർക്കും ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കൂട്ടുകാരെ, സെലിം ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ചിക്കൻ വെച്ചൊരു റെസിപ്പി നോക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. അപ്പോൾ ഇന്ന് വെറൈറ്റി രീതിയിലാണ്, ചെറിയ വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുള്ളൂ. അത് അങ്ങനെ 1 കിലോ ചിക്കൻ വരും. ഇതിലേക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെയൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതേപോലെ ഒരു 1.5 ടേബിൾ സ്പൂണ് തൈര്, ശകലം കറി ലീവ്സ്, ഇത്ര ഇട്ട് കൊടുത്തൊന്ന് കുഴച്ചെടുക്കുന്നു. അപ്പോൾ കുറച്ച് സമയം വെച്ചിരുന്നാൽ അത്രയ്ക്കും നല്ലതാണ്. ഓക്കെ, ഇത് ഇങ്ങനെ ഇരുന്നോട്ട്. ഇതേപോലെ ഇത്ര ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ ഇടിയല്ലിയിൽ വെച്ചാണ് ചതച്ചെടുക്കുന്നത്. അപ്പോൾ അമ്മിയുള്ളവർക്ക് അമ്മിയിലും വെച്ച് ചതച്ചെടുക്കാം. ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിപ്പം വലുതായതുകൊണ്ടാണ് 4 എണ്ണം എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറുതാണെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ വേണം. ചതച്ചെടുക്കാം. ഇഞ്ചി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഗ്രാമ്പു ചതച്ചത്, പട്ട, അതുപോലെ ഒരു 3-4 ഏലക്ക, 2 ഏലക്ക ചതച്ചത്, 3-4 ഗ്രാമ്പു, പട്ട, ഇനി ഒരു 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, ഇനി ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വരും, ഒരു 4 പച്ചമുളക്, ഇനി ഇതിലേക്ക് കറി ലീവ്സ് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇഞ്ചിയും മൂത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു 3 സവാള ഇതോളം കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് സവാള പെട്ടെന്ന് വഴണ്ട് വരാൻ ഉപ്പിട്ട് കൊടുക്കാം. ഇവിടെ ഉള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോഴേ ഒരു വലിയൊരു തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. പൊടി ഐറ്റങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ ചിക്കൻ മസാല ഒരു 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഒരു 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് പൊടിയേറ്റങ്ങളൊക്കെ കരിഞ്ഞു പിടിക്കാതിരിക്കാനാണ്. എന്നിട്ട് ഇനി ഇതിൻ്റെ പശച്ചോയൊന്ന് മാറ്റിയെടുക്കണം. നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ തട്ടിക്കൊടുക്കാം. ഇനി ഒന്ന് അടച്ചു കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് അടച്ചു കൊടുക്കുക. ഇനി ശകലം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 ഗ്ലാസ് മതിയാവും. ഇതിലേക്ക് ഇനി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഇത് ശരിയാക്കി എടുക്കുന്നത്. എന്നാലേ ആ മസാലയൊക്കെ ഇതിൽ പിടിച്ച് വരികയല്ല.
അതുണ്ടല്ലേ. അപ്പോൾ മസാലയൊക്കെ നല്ലപോലെ കഷ്ണങ്ങളിലൊക്കെ പിടിച്ച് വരണമെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ തയ്യാറാക്കി എടുക്കണം. ഇപ്പോഴും നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വറ്റി കുറുകി വന്നിട്ടുണ്ട് ഉണ്ടല്ലോ. ഇനി ഇതിന് നല്ലൊരു കടുതാള് കൂടെ കൊടുക്കണം. അവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 കുഞ്ഞുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഒരു 3-4 കുഞ്ഞുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു 3 വറ്റൽമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. മൂന്ന് വറ്റൽമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കുക. അപ്പോഴും നമ്മുടെ സൂപ്പർ ടേസ്റ്റിലെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെരി ടേസ്റ്റി റെസിപ്പിയാണ്. അതുപോലെ ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും. സൂപ്പർ കണ്ടല്ലോ, നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇങ്ങനെ സപ്പോർട്ടാവും. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്.